ഒരു വീട്ടിൽ കുടുംബ പ്രശ്നം തുടങ്ങിയാൽ അത് വർഷങ്ങളോളം നിലനിൽക്കുന്നു. സമ്പത്തുള്ളവൻ വീണ്ടും വീണ്ടും സമ്പത്തുള്ളവനായി മാറിക്കൊണ്ടിരിക്കുന്നു. അതീവ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഭൂരിഭാഗം ജനങ്ങളും തന്റെ ദാരിദ്ര്യം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് മരിക്കുന്നത്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 77. എപ്രകാരമാണോ മനസ്സ് അപ്രകാരം വാക്കും, എപ്രകാരമാണോ വാക്ക് അപ്രകാരം പ്രവൃത്തിയുമാകുന്നു. ഹരേ കൃഷ്ണ. നമസ്കാരം. പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടുന്ന ഓരോ വീഡിയോകളും സ്ഥിരമായി കാണുന്ന ഭക്തജനങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ചെറിയ രീതിയിൽ സങ്കടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം നൂറ്റാണ്ടുകളായി നമ്മൾ തുടർന്നു പോരുന്ന പ്രാർത്ഥനാ രീതികളെ മൊത്തത്തിലൊന്ന് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും ഇടാറുള്ളത്. ഭഗവാനെ, ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ വർഷങ്ങളോളമായി ഞാൻ തുടർന്നു പോന്നിരുന്ന പ്രാർത്ഥനാ രീതി വിഫലമായോ എന്ന് പോലും പലർക്കും തോന്നലുണ്ടാകാം. ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതൊന്നും ഭഗവാൻ കേട്ടില്ലേ? തെറ്റായ രീതിയിലാണോ ഞാൻ ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ ബാക്കിയുണ്ട് അല്ലെ? അതിന്റെ എല്ലാം പരിഹാരമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും സ്ഥിരമായി ശ്രദ്ധിക്കുക. സ്ഥിരമായി നമ്മുടെ പ്രാർത്ഥനാ വീഡിയോകൾ കാണുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അത്രമാത്രം ഉപകാരപ്രദവും സന്തോഷകരവുമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ ഇത്. മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. കൂടെ പറയണ്ടല്ലോ, മറ്റുള്ള ഭക്തജനങ്ങൾക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുവാനായിട്ട് ഇപ്പോൾ തന്നെ ചെറുതായൊന്ന് വീഡിയോ ലൈക്കും ചെയ്തുകൊള്ളാട്ടോ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാം. ഞാൻ പരിപൂർണമായും പഠിച്ചതും സ്വന്തമായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രാർത്ഥനകളും ധ്യാനവുമായി ബന്ധപ്പെട്ട ഓരോ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള പരമമായ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിനായി വായിക്കാത്ത ഗ്രന്ഥങ്ങളില്ല. അതിൽ പല ഗ്രന്ഥങ്ങളുടെയും പേരുകൾ പോലും നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ തുടർന്നു പോരുന്ന പ്രാർത്ഥനാ രീതികളും ജപങ്ങളും എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ അതിൽ നമ്മൾ തെറ്റായി വ്യാഖ്യാനിച്ചു പോരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഓരോ പ്രാർത്ഥനാ വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുക്കുന്ന സമയം, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദൈർഘ്യം, ചിന്ത, ദൃശ്യവൽക്കരണം മുതലായ കാര്യങ്ങളാണ് കൂടുതലും ഓരോ വീഡിയോകളിലും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഒരു ഭക്ഷണം പാചകം ചെയ്യുന്നത് പോലെ അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൂടിച്ചേർന്നാൽ മാത്രമേ ഓരോ കാര്യങ്ങളും ഫലവത്തായി തീരുകയുള്ളൂ. നാം അത്രമേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഭഗവാനിലേക്ക് നാം അടുക്കുവാൻ ചെയ്യേണ്ട പ്രക്രിയകളെല്ലാം ഇതിൽ നിക്ഷിപ്തമാണ് എന്നുള്ള കാര്യം ഓരോ ഭക്തജനങ്ങളും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ മോശമാണ് എന്നല്ല പറയുന്നത്. ഓരോ തവണയും നിങ്ങൾ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുമ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കുവാനായി സാധിക്കുന്നുണ്ടോ എന്ന് തീർച്ചപ്പെടുത്തേണ്ടതാണ്. എന്നിരുന്നാൽ മാത്രമേ അവയ്ക്ക് ഗുണഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ കുറെ കരഞ്ഞതുകൊണ്ടോ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും തക്കതായ ഫലം ലഭിച്ചു കൊള്ളണമെന്നില്ല. പ്രാർത്ഥനാ വേളകളിൽ നമ്മൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇരുട്ടിനെയല്ല നമ്മൾ കാണേണ്ടത്, ഭഗവാന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖവും കൂടെ ഓരോ കാര്യങ്ങളിലും വ്യക്തമായുള്ള ദൃശ്യവൽക്കരണവുമാണ് നമ്മിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. നിങ്ങൾക്കറിയോ, എനിക്കിപ്പോൾ 25 വയസ്സ്. ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മനസ്സിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എന്തുകൊണ്ടാണ് ഒരു കാര്യം മുളപൊട്ടിയാൽ അവ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വീട്ടിൽ കുടുംബ പ്രശ്നം തുടങ്ങിയാൽ അത് വർഷങ്ങളോളം നിലനിൽക്കുന്നു. സമ്പത്തുള്ളവൻ വീണ്ടും വീണ്ടും സമ്പത്തുള്ളവനായി മാറിക്കൊണ്ടിരിക്കുന്നു. അതീവ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഭൂരിഭാഗം ജനങ്ങളും തന്റെ ദാരിദ്ര്യം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് മരിക്കുന്നത്. ഈ പറഞ്ഞവയിൽ വളരെ വിരളമായ കാര്യങ്ങൾക്ക് മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ. അങ്ങനെ അവസാനം ഒരുപാട് ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ ഈ മേഖലയിൽ
കുറെ അധികം അറിവ് നേടിയവരുമായി സംഭാഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചാലും എത്രയെത്ര വഴിപാടുകളും പൂജകളും നടത്തിയാലും ഒരു മാറ്റവും സംഭവിക്കാത്തത് നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ സംഭവിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുടുംബത്തെയും നിലവിലുള്ള അവസ്ഥകളെയും മറ്റുള്ളവർ നോക്കിക്കാണുന്നത് ഈ രീതിയിലാണ് എന്നുള്ള ചിന്ത നിലനിൽക്കുമ്പോൾ നിങ്ങൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എന്താണ് ഫലമുള്ളത്? ആദ്യമേ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. മാറണമെന്ന് അല്ലെങ്കിൽ നേടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. സ്വന്തം മനസ്സും ശരീരവും അതിനുവേണ്ടി പ്രാപ്തമാക്കുക. ചിന്തകൾ കൊണ്ട് ആദ്യം തന്നെ എല്ലാം നേടിയെടുത്തതായി മനസ്സിൽ കാണുക. ബാക്കിയെല്ലാം തനിയെ സംഭവിക്കുന്നവയാണ്. ഭഗവാൻ ആ അദൃശ്യ ശക്തി നൽകുന്നവയാണ്. ഏറ്റവും ലളിതമായി പറയുകയാണ് എങ്കിൽ, ഒരു വീട് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ മനസ്സിലാണ് അതിന്റെ ചിത്രം ആദ്യം ഉണ്ടാവുന്നത്. മനസ്സിൽ നിന്നും നേരെ അത് പേപ്പറിലേക്ക് മാറുന്നു, അഥവാ പ്ലാനായി മാറുന്നു. ശേഷം മാത്രമേ അതിനെ നമുക്ക് യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ ഒരു രൂപമായി കാണുവാനായി സാധിക്കുകയുള്ളൂ. ഇത് പരമമായ സത്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതചര്യയിൽ ഈ പ്രക്രിയകളാണ് ആദ്യം മുതൽ അവസാനം വരെ നടക്കുന്നത്. ഒരുവന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ, വിചാരങ്ങൾ, ആലോചനകൾ, മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തുന്ന താരതമ്യങ്ങൾ എല്ലാം തന്നെയുമാണ് ഒരു വസ്തുവോ അവസ്ഥകളോ ആയി നമ്മിലേക്ക് തന്നെ തിരികെ എത്തുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയൊന്ന് ആലോചിച്ചു നോക്കുക. ഒരു കുടുംബത്തിൽ എല്ലാ ദിവസവും പ്രശ്നങ്ങൾ ഉള്ളവരുടെ സുഹൃത്തുക്കൾ ഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരായിരിക്കും. അവരുമായാണ് അവർ കൂടുതലും ചർച്ചകളിൽ ഏർപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് എത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഭഗവാനെ വിളിച്ചാലും വഴിപാടുകളും പൂജകളും നടത്തിയാലും തന്റെ അവസ്ഥകൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നത്? ഇതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയാം. അതീവ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ സുഹൃത്തുക്കൾ കൂടുതലും അവർ ബന്ധപ്പെട്ടിരിക്കുന്ന ചുറ്റുപാടുകളും മേഖലകളും കൂടുതലും ഇത്തരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ നിറഞ്ഞവയായിരിക്കും. സ്വാഭാവികമായും പിന്നെ എങ്ങനെ അവൻ സമ്പത്തുള്ളവനായി മാറും? ഇതേ അവസ്ഥ തന്നെയാണ് സമ്പത്തുള്ളവരിലും നടക്കുന്നത്. സമ്പത്തുള്ളവൻ കൂടുതലായും സമ്പത്തുള്ളവരുടെ കൂടെ മാത്രമേ സമയം ചെലവഴിക്കുകയുള്ളൂ. അവന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതലും ഇത്തരത്തിൽ ധനാകർഷണവുമായി ബന്ധപ്പെട്ട അവസ്ഥകളായിരിക്കും. ആയതുകൊണ്ട് തന്നെയും ഭൂരിപക്ഷം സമ്പത്തുള്ളവരും അവസാനം വരെയും സമ്പത്തുള്ളവരായി തന്നെ ജീവിക്കുന്നു, മരിക്കുന്നു. തന്റെ അടുത്ത തലമുറകൾക്ക് ഇതേ അവസ്ഥ പകർന്നു നൽകുകയും ചെയ്യുന്നു. വളരെ സിമ്പിളായി ആലോചിക്കാവുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ വിശ്വസിച്ച് വീഡിയോകൾ കാണുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഏതെങ്കിലും രീതിയിലുള്ള ഗുണങ്ങൾ ലഭിക്കട്ടെ എന്നോർത്താണ് പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യമായ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് വേണമെച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോകൾ ചെയ്യാം. അതായത്, കന്നിമൂലയിൽ ആ വസ്തു കൊണ്ടുവയ്ക്കൂ, നാളെ നിങ്ങൾ കോടീശ്വരനാകും, നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ മാറുവാൻ അടുക്കളയിൽ ചെയ്യേണ്ട 5 കാര്യങ്ങൾ, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ വേണമെച്ചാൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷെ ഒരുപാട് വ്യൂസിന് വേണ്ടി യാഥാർത്ഥ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടും ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുവാനായിട്ട് സാധിക്കുക? ഒരിക്കലും എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. ആയതിനാൽ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട വീഡിയോകളെ നിങ്ങൾ ഒരിക്കലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മടിക്കരുത്. തീർച്ചയായിട്ടും എഴുതുക കേട്ടോ. കൂടാതെ പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചു നൽകുകയും ചെയ്യുക. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആശ എന്ന നാമധേയത്തിലുള്ള ഒരു ആന്റിയാണ്. ആന്റിയുടെ സ്വദേശം പത്തനംതിട്ട. ഏത് ആഗ്രഹം പ്രതിയാണോ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ആന്റിയും ആന്റിയുടെ കുടുംബവും ഏറ്റിട്ടുള്ളത്, അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ എല്ലാവിധ ഐശ്വര്യവും അവർക്ക് നൽകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളും കഥകളും ഒക്കെയായിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.